കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ആരോപിച്ചും ലോൺ ആപ്പിന്റെ മറവിൽ ഈ കേസ് അട്ടിമറിക്കാൻ നോക്കുന്നു എന്നും ആരോപിച്ച് നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 28-നാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. നിരവധി ജാതി അധിക്ഷേപ പരാതികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വന്നിട്ടും കോളേജിൽ അത്തരം വിവേചന സമീപനങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും പ്രതികൾ കുറ്റക്കാരല്ല എന്നുമുള്ള കണ്ണൂർ ഡെന്റൽ കോളേജ് മാനേജ്മെന്റിന്റെ നിരുത്തരവാദപരമായ നിലപാടിനെതിരെ കൂടിയാണ് ഈ ഹർത്താൽ നടത്തുന്നതെന്നും ആക്ഷൻ കൗൺസിൽ പറയുന്നു. മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ പ്രതികളെയും ഉടനെ അറസ്റ്റ് ചെയ്യുക, പ്രതികളെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക, കുറ്റക്കാരനായ പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് മോനിയെ പ്രതി ചേർക്കുക എന്നീ ആവശ്യങ്ങളാണ് ആക്ഷൻ കൗൺസിൽ ഉന്നയിക്കുന്നത്. കണ്ണൂർ ഡെന്റൽ കോളേജ് ഉടമ പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിന്റെ ഉടമസ്ഥനായ ജബ്ബാർ ഹാജിയുടെ പേരിൽ ഇതിനകം നിരവധി കേസുകളുമുണ്ട്. സർക്കാർ ഭൂമി അനധികൃതമായും നിയമവിരുദ്ധമായും കയ്യേറി നിർമ്മിക്കുകയും വിദ്യാർത്ഥികളോട് ജാതി അധിക്ഷേപം നടത്തുകയും ചെയ്യുന്ന കണ്ണൂർ ഡെന്റൽ കോളേജിന്റെ അംഗീകാരം റദ്ദു ചെയ്യുക, നിതിൻ രാജിന്റെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് ആക്ഷൻ കൗൺസിലിന്റെ ഹർത്താൽ. KK സുരേഷ് ചെയർമാനും സണ്ണി M കവിക്കാട് ജനറൽ കൺവീനറുമായി വിവിധ ദളിത് ആദിവാസി സമുദായ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ഏപ്രിൽ 21 ചൊവ്വാഴ്ച തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിലെ EK നായനാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്നും ആക്ഷൻ കൗൺസിൽ അറിയിച്ചിട്ടുണ്ട്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ലോൺ ആപ്പ് സംഘത്തെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. 3 പ്രതികൾക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. നിതിന്റെ മരണം ലോൺ ആപ്പ് ഭീഷണി മൂലമാണെന്ന വാദമാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പ്രിൻസിപ്പൽ ചേംബറിൽ നിതിൻ കൂട്ട വിചാരണയ്ക്ക് വിധേയനായെന്നും അതിൽ അന്വേഷണം വേണമെന്നും കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ഒളിവിൽ പോയ ഈ കേസിലെ പ്രതികളായ ഡോക്ടർ MK റാമിനെയും സംഗീത നമ്പ്യാരെയും പിടികൂടാത്തത് പോലീസിന്റെ ഒത്തുകളിയാണെന്നും കുടുംബം ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം കോളേജിലെ അധ്യാപകരടക്കമുള്ള 7 ജീവനക്കാർ രാജിക്കത്ത് നൽകിയത് വാർത്തയായിരുന്നു. എന്നാൽ മാനേജ്മെന്റ് ഇവരുടെ രാജി സ്വീകരിച്ചിട്ടില്ല. നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ഒളിവിൽ പോയ അധ്യാപകർ കേരളം വിട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അധ്യാപകനും ഓറൽ പാത്തോളജി ആൻഡ് മൈക്രോബയോളജി വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ MK റാം ആന്ധ്രയിലാണെന്ന് പോലീസിന് വിവരം ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഈ കേസിൽ പ്രതിയേർക്കപ്പെട്ട അധ്യാപിക ഡോക്ടർ സംഗീത നമ്പ്യാരും കേരളത്തിൽ ഇല്ലെന്ന് പോലീസ് കണ്ടെത്തി. നിതിന്റെ മരണത്തെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന ഡോക്ടർ റാമിനെ 16-ാം തീയതി കോളേജിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇയാൾ ആന്ധ്ര സ്വദേശിയാണ്. ഈ മാസം 12-നാണ് പ്രത്യേക അന്വേഷണ സംഘം അധ്യാപകരായ ഡോക്ടർ റാമിനും ഡോക്ടർ സംഗീതയ്ക്കുമെതിരെ കേസെടുത്തത്.